തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാർ LDFന് അനുകൂലമായെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് മീഡിയ വണിനോട്. സ്ത്രീ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം കൂടിയ സംസ്ഥാനങ്ങളിലെല്ലാം തുടർഭരണം ഉണ്ടായിട്ടുണ്ട്. VD സതീശന്റെ വനവാസ പ്രഖ്യാപനം അരാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ജയപരാജയം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. UDF തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും പണം പിരിച്ചുവെന്നും മുഹമ്മദ് റിയാസ് ആവർത്തിച്ചു. കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബേപ്പൂർ. ശക്തമായ പോരാട്ടം എന്ന് പറയുമ്പോൾ PV അൻവർ അവിടെ വരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു അതിനകത്ത് പോരാട്ടമായിട്ട് പൊതുവെ വിലയിരുത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോട് കൂടി ഉണ്ട്. ബേപ്പൂരിലെ പോരാട്ടം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫീല്? അല്ല, ബേപ്പൂരിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു LDF മികച്ച വിജയം നേടും. 2021 ആ മണ്ഡലം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും ഒരു മുന്നണിക്ക് കിട്ടിയ ഏറ്റവും സർവ്വകാല റെക്കോർഡ് വോട്ട് 82,000. അതിനേക്കാൾ കൂടുതൽ വോട്ട് LDF ഇത്തവണ നേടി ഏറ്റവും മികച്ച വിജയമുണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ, പോളിംഗ് കഴിഞ്ഞതിന് പിന്നാലെ UDFൻ്റെ മൊത്തത്തിലൊരു പ്രതീതി അവിടെ മുഖ്യമന്ത്രി സ്ഥാന തർക്കം ഉണ്ടാകുന്നു, അവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞത് അത് പണം പിരിക്കാൻ വേണ്ടിയുള്ള UDFൻ്റെ തന്ത്രമാണെന്ന്. അത് ഗുരുതരമായ ആരോപണമാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ നേതാവ് അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? അല്ല, അത് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഈ സാധാരണ തെരഞ്ഞെടുപ്പ് വരെയാണ് പണപ്പിരിവെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതാ ഭരണം കിട്ടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് പല സ്ഥാനാർത്ഥികളും പല തെരഞ്ഞെടുപ്പിൻ്റെ ഭാരവാഹികളും ഒക്കെ തന്നെ വിളിക്കുന്നു, UDFൻ്റെ ആളുകൾ വിളിക്കുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ആ വസ്തുത പറയുമ്പോൾ പലരും നെറ്റി വിളിച്ചുകൊണ്ട് കാര്യമില്ല, യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ LDF തുടരും. മൊത്തം വോട്ടർമാരിൽ 53% സ്ത്രീ വോട്ടർമാർ. വോട്ട് ചെയ്ത വോട്ടർമാരിൽ 100 പേർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 53 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ കോടിക്കണക്കിന് വോട്ടർമാരുടെ ഒരു പെർസെൻറ്റേജ് പരിശോധിച്ചാൽ കാണാം. അതായത് പുരുഷ വോട്ടർമാരേക്കാൾ 6% സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. കേരളത്തിൽ ഇത്ര ഒരു ഡിഫറൻസ് പൊതുവെ ഉണ്ടാകാറില്ല. ഇന്ത്യയിൽ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം സ്ത്രീ വോട്ടർമാരുടെ തോത് വർദ്ധിച്ച സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഗവൺമെൻറ്റിന് അനുകൂലമായ വിധിയാണ് വന്നിട്ടുള്ളത്. സ്ത്രീകൾക്ക് അനുകൂലമായ ചില പ്രഖ്യാപനങ്ങൾ UDF നടത്തുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര, മറ്റു പല സംസ്ഥാനങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്നതിനകത്ത് നിൽക്കുകയാണ്. അല്ല, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻസ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ പറഞ്ഞ ഒപ്പോസിഷൻ ഇതുപോലുള്ള പല പ്രഖ്യാപനങ്ങൾ നടത്തിയ ഇലക്ഷനായിരുന്നു. പക്ഷേ സ്ത്രീ വോട്ടർമാരുടെ തള്ളിക്കയറ്റം നിലവിൽ ഭരിച്ച ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനത്തിനുള്ള പിന്തുണയായിരുന്നു. UDF എല്ലാ കാലത്തും ഇങ്ങനെയാണ്. ഇത്തവണ കുറച്ച് പിറകിലാണെന്ന് തോന്നുന്നു. ഇത്തവണ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡിസ്കഷനെ തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഈ സമയമായപ്പോൾ വോട്ടെണ്ണുന്നതിൻ്റെ ഒരു 10 ദിവസം വരെ വകുപ്പ് വരെ വിഭജനം നടത്തിയിരുന്നു. VD സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. താങ്കൾ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനോട് എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ? അല്ല, അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജയവും തോൽവിയും ഒന്ന് നോക്കി അവസാനിപ്പിക്കേണ്ടതോ തുടരേണ്ടതോ അല്ലല്ലോ. ഭരിക്കുകയാണെങ്കിൽ തുടരുക, ഭരണമില്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നൊരു രീതി തീർത്തും അരാഷ്ട്രീയമാണ്. അത്തരം വാദത്തോട് തന്നെ യോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ LDFൻ്റെ ഭരണം തുടരും. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടരണം. വിവരങ്ങളുമായി സേഫ് തന്നെ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സേഫ, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ UDF നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ഉയർന്ന പോളിംഗ് ഉൾപ്പെടെ അത് UDF തരംഗത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത്തവണ UDF ഭരണം ഉറപ്പെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ CPM നേതാക്കളൊക്കെ വലിയ രീതിയിൽ ഈ വിഷയത്തോട് പ്രതികരിക്കാൻ നിന്നിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴിതാ മന്ത്രി റിയാസ് പറയുന്നു തുടർ ഭരണം ഉറപ്പാണെന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ഈ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് അത് LDFന് അനുകൂലമായിട്ടുണ്ട് എന്നാണ്. എന്താണ് ആ കോൺഫിഡൻസിന് പിന്നിൽ? എന്തൊക്കെ കാരണങ്ങളാണ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാനായി റിയാസ് പറയുന്നത്? ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ UDFൻ്റെ നേതാക്കന്മാരെല്ലാം അവകാശവാദവുമായി വരുന്നു. ഇപ്പോൾ ഇന്നലെയും ചർച്ച നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ചർച്ച മീൻസ് ഈ നേതാക്കന്മാരുടെ അവകാശവാദങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മറ്റും ഇപ്പോഴും UDFൽ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം
CPM-ന്റെ നേതാക്കന്മാരോ LDF-ന്റെ നേതാക്കന്മാരോ ഒന്നും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളിൽ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കണ്ടിട്ടില്ല. തുടർഭരണം ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃയോഗങ്ങൾ അവർ വിലയിരുത്തുന്നു. അതിന്റെ കാരണങ്ങളായിട്ട് അവർ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റും മുന്നോട്ട് വെച്ചുകൊണ്ട് സർക്കാർ നടത്തിയ മികച്ച ഇടപെടൽ, 10 വർഷം നടത്തിയ മികച്ച ഇടപെടൽ അതിന് കാരണമായിട്ടുണ്ടെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ CPM-ൽ ഇടതുമുന്നണിയിൽ അങ്ങനെയുള്ള മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ പരസ്യമായി ഉണ്ടാകാറില്ല. എങ്കിൽ പോലും UDF വലിയ അവകാശവാദങ്ങളുമായി വരുമ്പോഴും അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രതികരണങ്ങൾ CPM-ന്റെ നേതാക്കന്മാർ നടത്തിയിട്ടില്ല. ഇവിടെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസ് തന്നെ രംഗത്തെത്തിക്കൊണ്ട് അദ്ദേഹം ചില പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നടത്തുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതിൻ്റെ ചില കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വിശദീകരിക്കുന്നത്. 53% സ്ത്രീ വോട്ടർമാർ, ആകെ പോൾ ചെയ്തതിൽ 53% സ്ത്രീ വോട്ടർമാരും ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന സ്ത്രീ വോട്ടർമാരാണ്. പുരുഷ വോട്ടർമാരെക്കാൾ ഏതാണ്ട് 6% കൂടുതലുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്രയും പേർ വോട്ട് ചെയ്തത്, സ്ത്രീജനങ്ങൾ വോട്ട് ചെയ്തത്, അത് LDF നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്, ക്ഷേമ പദ്ധതികൾ ഉണ്ട്, സ്ത്രീകൾക്ക് അനുകൂലമായി നടത്തിയ പ്രഖ്യാപനങ്ങളുണ്ട്. ഇതൊക്കെ കാരണമാണ് സ്ത്രീ വോട്ടർമാർ അനുകൂലമായെന്ന് പറയാനുള്ള കാരണമായിട്ട് മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നത്. അതിന് അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് പല സംസ്ഥാനങ്ങളിലും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ കൂടിയിട്ടുണ്ടോ, വോട്ട് ചെയ്ത സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടിയിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളിലെല്ലാം തുടർഭരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സ്ത്രീ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് അത് LDF-ന് അനുകൂലമായിട്ട് തന്നെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചോദിച്ചത്. അത് LDF-ന് അനുകൂലമാണെന്ന് പറയാൻ സ്വാഭാവികമായിട്ട് UDF ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സൗജന്യ യാത്ര, KSRTC ബസ്സിൽ സൗജന്യ യാത്ര, പിന്നെ വിദ്യാർത്ഥിനികൾക്കുള്ള സാമ്പത്തിക സഹായം അടക്കം പറഞ്ഞിട്ടുണ്ട്. അതിന് അതൊന്നും ഒരു കാരണമല്ല, അവർ പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങുകയാണ്. ഇവിടെ LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് സ്ത്രീ വോട്ടർമാരെ കൂട്ടത്തോടെ ബൂത്തിലെത്തിച്ചത് എന്നാണ് CPM വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് റിയാസ് പറയുന്നത്.